സംസ്ഥാനത്ത് ഓരോ ദിവസവും സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. ആദ്യമായി സ്വർണ്ണവില 1 ലക്ഷം കടന്നിരിക്കുകയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തുടരുന്ന അസ്ഥിരത അടക്കമുള്ള വിഷയങ്ങളാണ് ഏതാനും മാസങ്ങൾ കൊണ്ട് കുതിച്ചുയർന്ന സ്വർണ്ണവില 1 ലക്ഷം കടക്കാൻ കാരണമായത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകർ സ്വർണ്ണത്തെ ആശ്രയിക്കാൻ തുടങ്ങിയതാണ് വിലയിൽ പ്രതിഫലിക്കുന്നത്. സ്വർണ്ണവിലയുടെ നാൾ വഴി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിനകമാണ് സ്വർണ്ണവില പവന് 50,000 രൂപയ്ക്കടുത്ത് വർദ്ധിച്ചത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടെയാണ് ഈ മാറ്റം എന്നതും ശ്രദ്ധേയമാണ്. ട്രംപിന്റെ ആഗോള നയങ്ങളും ലോകരാഷ്ട്രീയത്തിലെ ഇടപെടലുകളും സാമ്പത്തിക രംഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളും എല്ലാം സ്വർണ്ണവിലയ്ക്ക് കുതിപ്പേകാൻ പ്രാപ്തമാക്കുന്നതായിരുന്നു. 2005 പവന് 5,000 രൂപയുണ്ടായിരുന്ന സ്വർണ്ണവിലയാണ് 20 വർഷം കൊണ്ട് 1 ലക്ഷം കവിഞ്ഞ് കുതിപ്പ് തുടരുന്നത്. 2024 മാർച്ച് 29-നാണ് സ്വർണ്ണവില ആദ്യമായി 50,000 കടന്നത്. അന്ന് പവന് 50,400 രൂപയാണ് രേഖപ്പെടുത്തിയത്. പിന്നീടുള്ള മാസങ്ങളിൽ റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഏകദേശം 1 വർഷത്തിനകം പവന് 40,000 രൂപയിലധികമാണ് വർദ്ധിച്ചത്. ഈ വർഷം ഒക്ടോബർ 8-നാണ് സ്വർണ്ണവില ആദ്യമായി 90,000 കടന്നത്. 2 മാസത്തിനകമാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്ന് പുതിയ ഉയരം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ സ്വർണത്തിന്റെ പ്രധാന വിപണിയാണ് കേരളവും തമിഴ്നാടും. കേരളത്തിലെ വീടുകളിൽ ഏതാണ്ട് 20,000 ടൺ സ്വർണമുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഇന്ത്യയുടെ സ്വർണ്ണശേഖരം ഏതാണ്ട് 880 കോടി രൂപയുണ്ടെന്നാണ് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഇരട്ടിയിലേറെ വരും മലയാളിയുടെ കൈവശമുള്ള സ്വർണം. ഇതിൽ നല്ലൊരു പങ്കും ബാങ്ക് ലോക്കറിലാണ്. നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ വില ഉയരുന്നത് നിക്ഷേപകർക്ക് വലിയ സന്തോഷം പകരുന്ന വാർത്തയാണ്. എന്നാൽ വിവാഹത്തിന് മറ്റുമായി സ്വർണം വാങ്ങുന്നവർക്ക് വിലയിലുള്ള ഈ കുതിച്ചുചാട്ടം വലിയ തിരിച്ചടിയാവുകയാണ്. സ്വർണം നമുക്ക് കേവലം നിക്ഷേപം മാത്രമല്ല, മറിച്ച് ആചാരങ്ങളുടെ കൂടി ഭാഗമായതുകൊണ്ട് അത് ഒഴിവാക്കാനും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് പരിശുദ്ധിയിൽ ചെറിയ വിട്ടുവീഴ്ചകൾ വരുത്തി 18 ക്യാരറ്റും 14 ക്യാരറ്റും ഒക്കെയുള്ള സ്വർണത്തിലേക്ക് ആളുകൾ നീങ്ങുന്നത്. 22 ക്യാരറ്റിനെ അപേക്ഷിച്ച് ആനുപാതികമായി വില കുറയുമെന്നത് തന്നെയാണ് കാരണം. ഇവയിൽ സ്വർണത്തിന്റെ അളവ് കുറവായിരിക്കും എന്നതിനാലാണ് ഈ വില വ്യത്യാസത്തിന് കാരണം. 22 ക്യാരറ്റിൽ 91.6%, 18 ക്യാരറ്റിൽ 75%, 14 ക്യാരറ്റിൽ 58%മാണ് സ്വർണത്തിന്റെ അളവ്. എന്നാൽ 22 ക്യാരറ്റിന്റെ ചുവട് പിടിച്ച് ഇവയുടെ വിലയും പുതിയ ഉയരം കുറിച്ചിട്ടുണ്ട്. 18 ക്യാരറ്റിന് പവന് 83,520 രൂപയാണ് വില. 14 ക്യാരറ്റിനാവട്ടെ പവന് 65,040 രൂപയും. ഒരു പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സ്വർണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ 1 വർഷം കൊണ്ട് അന്താരാഷ്ട്ര വില ഏതാണ്ട് $2,000 കൂടിയത്. സ്വർണത്തിലുള്ള ആഗോള വിശ്വാസ്യത കൂടിയതും സ്വർണ്ണവിലയുടെ ഈ റോക്കറ്റ് കുതിപ്പ് ഏതാണ്ട് ഇതുപോലെ തന്നെ തുടരാൻ കാരണമാകും.